കോൺഗ്രസിനെതിരെ വീണ്ടും ഒളിയമ്പുമായി ശശി തരൂർ എം പി. തെരഞ്ഞെടുപ്പിൽ എതിർചേരിയിൽ നിന്നാലും ഫലം പുറത്തു വരുന്ന മുറയ്ക്ക് ജനാധിപത്യത്തിനായി പ്രവർത്തിക്കണം. രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കാൻ പഠിക്കണമെന്നാണ് തരൂരിന്റെ പ്രതികരണം, ആഹ്വാനം. വിവരങ്ങൾ നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ടിൻഡു ദാസ് വീണ്ടും ചേരുകയാണ്. ടിൻഡു, ഒരു പക്ഷേ ഇത് ഒളിയമ്പ് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വം എന്നത് ഞാൻ ഒന്നുകൂടി ഷാർപ്പാക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാഹുലിനെതിരെയായിരിക്കാം ഈ കൃത്യമായി ഈ അമ്പ് തരൂർ എഴുതിയിരിക്കുന്നത്. കാരണം തോൽവി അംഗീകരിക്കാൻ രാഹുൽ ഒരുക്കമല്ല. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ ന്യായവാദങ്ങളുമായി എത്തും, പുതിയ ആരോപണങ്ങളുമായി എത്തും. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കുമോ? അതിട്ട് ഇല്ലതാൻ. ഒരു ഇലക്ഷൻ വരുമ്പോൾ, അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ രാഹുൽ ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ തയ്യാറല്ല, വേറെ എങ്ങോട്ടേക്കേ പോകുന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വന്ന് വീണ്ടും അതേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വിമർശനം രാഹുലിനെതിരെ ആവാനാണ് സാധ്യത, അല്ലേ? അതങ്ങനെ തന്നെയാണ് ശ്യാംബാബു. കാരണം എന്നാൽ എനിക്കെതിരെ ഒന്ന് നടപടിയെടുത്ത് കാണിക്കൂ എന്നാണ് തരൂർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മാധ്യമങ്ങളിലും അതോടെ മാധ്യമങ്ങളിലും ഒക്കെ കുറിക്കുന്നത്. അതുപോലെ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിനെതിരെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കടന്നാക്രമണം തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് നമുക്ക് തരൂരിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, രാംകോയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കോൺഗ്രസ് നേതൃത്വത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ വളരെ രീതിയിൽ കടന്നാക്രമിച്ചു, അല്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത്. കുടുംബാധിപത്യത്തെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ കോൺഗ്രസിലെ നിലവിലെ സാഹചര്യങ്ങളെ പറ്റിയും തുടർച്ചയായിട്ടുള്ള തോൽവിയെ പറ്റിയും ഒക്കെ പ്രധാനമന്ത്രി വളരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തെ വരെ തരൂർ വളരെ ഗംഭീരമായിട്ടുള്ള പ്രസംഗം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രസംഗം എന്ന രീതിയിലൊക്കെയാണ് ഈ എക്സിൽ കുറിക്കുന്നത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ മംതാനിയും അതോടൊപ്പം തന്നെ ട്രംപും തമ്മിലുള്ള റബേക്ക കാർഡ്സ് ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. ആ ചിത്രം റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ തരൂർ എക്സിലൊരു വാചകം കുറിച്ചിട്ടുള്ളത്. ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ സമയോചിതമായിട്ട് കാര്യങ്ങൾ ഇടപെടേണ്ടതെന്നും എങ്ങനെയാണ് സഹകരിക്കേണ്ടതുള്ള രീതിയിലുള്ള ഇത്തരത്തിൽ ഈ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ളൊരു റീപോസ്റ്റ് ഈ എക്സിൽ കുറിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു 4 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യത്തെ പറ്റിയിട്ടും കോൺഗ്രസിൻ്റെ നിലവിലെ സാഹചര്യങ്ങളെ പറ്റിയിട്ടും വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഈ കഴിഞ്ഞ സമീപകാലങ്ങളിലൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു SIR-മായി ബന്ധപ്പെട്ട് SIR-മായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് തരൂരിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തരൂർ ഹൈക്കമാൻഡ് വിളിച്ച ആ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ ഈ BJP-യെയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെയും ഒക്കെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. ശശി തരൂരിനെതിരെ നടപടിയെടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിൽ ശശി തരൂരിനെതിരെ നടപടിയെടുക്കുക എന്നത് കോൺഗ്രസിന് അതൊരു തീരുമാനമായി തന്നെ കൈക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഈ ഒരു മാസം തന്നെ പരിശോധിക്കുകയാണ്, ഏതാണ് 4ാമത്തെ തവണയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ, അല്ലെങ്കിൽ നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ ഈ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാഹുലിനെ ശക്തമായ രീതിയിൽ രാഹുലിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ ലേഖനങ്ങളിലൊക്കെ അല്ലെങ്കിൽ രേഖകളൊക്കെ ശശി തരൂർ പുറത്തുവിടുന്നത്. അത് അത്തരത്തിൽ ശ്യാം സൂചിപ്പിച്ചതുപോലെ അത് രാഹുലിനെ തന്നെയാണ് ഉന്നം വെക്കുന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്കത് അങ്ങനെ തന്നെ വിശദീകരിക്കാം.